Hello guys and welcome back to Best Capex. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഗ്ലോബൽ എൻക്യാപ്പ് പഞ്ച് ക്രാഷ് ടെസ്റ്റ് ചെയ്തു, ഗ്ലോബൽ എൻക്യാപ്പ് അൾട്രോസ് ക്രാഷ് ടെസ്റ്റ് ചെയ്തു, ഗ്ലോബൽ എൻക്യാപ്പ് i20 ക്രാഷ് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം ആയിക്കോട്ടെ ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തു. ഗ്ലോബൽ എൻക്യാപ്പ് തന്നെ വേണമെന്നില്ല, പല എൻക്യാപ്പുകളും ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ എൻക്യാപ്പ് ഉണ്ട്, ഏഷ്യൻ എൻക്യാപ്പ് ഉണ്ട്, ലാറ്റിൻ എൻക്യാപ്പ് ഉണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങൾക്ക് വേണ്ടി പല സേഫ്റ്റി ഓർഗനൈസേഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ എൻക്യാപ്പ് എന്ന് എല്ലാവരും പറയാറുണ്ടായിരിക്കും. ഈ എൻക്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ NCAP എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. ഇവർ പൊതുവെ ചെയ്യുന്നത് ഒരു കാർ എടുത്ത് അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് നടത്തി അതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്സും സ്കോറും എല്ലാം പുറത്തുവിടുകയാണ് ചെയ്യാറ്. ഇനി എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കറിയാം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 50% ആളുകളും ഈ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാമായിരിക്കുമെന്ന്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഗ്ലോബൽ എൻക്യാപ്പ് അടുത്ത് അവരെങ്ങനെയാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത്, അതായത് സ്പീഡിൻ്റെയും കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് അവർ വാഹനങ്ങൾ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് ഫണ്ടിങ് കിട്ടുന്നത്, അതായത് ബേസിക്കലി അവരുടെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, ഈ ഗ്ലോബൽ എൻക്യാപ്പ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ലത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ പല മാൽ പ്രാക്ടീസൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ടാവുമായിരിക്കും എന്നൊക്കെ പലർക്കും പല ഡൗട്ട്സും ഉണ്ടാവുമായിരിക്കും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ഗ്ലോബൽ എൻക്യാപ്പ് എപ്പോഴും ടാറ്റ വാഹനങ്ങളുടെ ക്രാഷ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റെനോ ഡ്രൈവർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അതൊരു ഭയങ്കര ലൈറ്റ് കാറായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്, സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ വരുമ്പോഴേക്കും 2 അല്ലെങ്കിൽ 3 സ്റ്റാർ ആണ് കൂടുതൽ ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നത്, പിന്നെ അതിനെങ്ങനെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി എന്നൊക്കെ ഒരുപാട് പേരും ആ സമയത്ത് വോയിസ് റേസ് ചെയ്തിരുന്നു. എന്തായാലും ഗ്ലോബൽ എൻക്യാപ്പിന് ഈ റീസെൻ്റ്ലി പുറത്തുവിട്ടിട്ടുള്ള അവർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിലേക്ക് നമുക്ക് വരാം. ഒരു വാഹനം അവർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതാണല്ലോ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഡയറക്റ്റ് പോയൊരു വാഹനം സെലക്ട് ചെയ്യുന്നതിലും കൂടുതൽ ഒരു കമ്പനി ഇവർക്കൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ടാറ്റ നമുക്കറിയാം, ടാറ്റ വാഹനം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് പലപ്പോഴായിട്ട് അവരുടെ ക്രാഷ് ടെസ്റ്റുകളെല്ലാം തന്നെ നടത്താറുണ്ട്. അതായത് ഇപ്പം അൾട്രോസ് 2020 ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് ഗ്ലോബൽ എൻക്യാപ്പ് പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം പഞ്ചിൻ്റെ കേസും വന്നിരിക്കുന്നത്. പഞ്ച് ലോഞ്ച് ചെയ്തിട്ടില്ല, 18-ാം തീയതി ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അവർ 14-ാം തീയതി ആയപ്പോഴേക്കും അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം പുറത്തുവിട്ടിരുന്നു. ഈ രീതിയിൽ ഒരു വാഹന നിർമ്മാത കമ്പനി അവരെ സമീപിച്ച് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് നിങ്ങൾ നടത്തുക എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇവർ ആ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടുതലും ശരിക്കും ഞാൻ കണ്ടുവന്നിട്ടുള്ള ടാറ്റ വാഹനങ്ങളാണ്. ഇനി ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിൽ കൂടി ഇവർക്ക് വാഹനങ്ങൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത് ഇപ്പം കമ്പനികൾ ഇവരെ ഫോഴ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കമ്പനികൾ ഇവരെ സമീപിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിന് തന്നെ അടുത്തുള്ള ഒരു ഡീലർഷിപ്പിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങി ക്രാഷ് ടെസ്റ്റ് ചെയ്യാനുള്ള അവകാശം കൂടിയുണ്ട്. എന്തായാലും അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഇനി അടുത്തത് ഇവരെങ്ങനെയാണ് കാറുകൾ ചൂസ് ചെയ്യുന്നത്. അതായത് ഇവരിപ്പോൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഒരുപാട് വാഹനങ്ങളുടെ ആവശ്യം ഈ ഒരു ഗ്ലോബൽ എൻക്യാപ്പിന് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വാഹനം ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന ഒറ്റ പ്രാവശ്യമല്ല, ഫ്രണ്ട് ഇമ്പാക്ട് ക്രാഷ് ടെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് സൈഡ് ഇമ്പാക്ട് ക്രാഷ് ടെസ്റ്റ് ചെയ്യും, ബാരിയർ ക്രാഷ് ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെ പല രീതിയിലാണ് ഇവർ ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നത്. ഇതിന് കുറഞ്ഞത് 6 മുതൽ 10 വാഹനങ്ങളെങ്കിലും മിനിമം കണക്കിൽ വേണ്ടി വരും. ഇനി ഇവരെങ്ങനെയാണ് ഈ കാറുകൾ ചൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. കാറുകൾ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള വാഹനങ്ങൾ കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിയയുടെ സെൽട്ടോസും അതുപോലെ ക്രെറ്റയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിൽ ഈ വാഹനങ്ങളിലെല്ലാം തന്നെ പ്ലാറ്റ്ഫോമിൽ അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്പെക് മോഡലുകളിൽ അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടില്ല, അതിന് പകരം കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാനുഫാക്ചേഴ്സ് തന്നെ ഇവർക്ക് വാഹനം കൊടുക്കുകയാണ്, ഡയറക്റ്റായിട്ട് ഇവർക്ക് വാഹനം അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ വെച്ച് ഈ വാഹനങ്ങൾ കൊടുക്കാം. അതൊരു മാൽ പ്രാക്ടീസിലേക്ക് ലീഡ് ആവുന്നൊരു കാര്യമാണ്. പക്ഷേ അതേസമയം ഈ ഗ്ലോബൽ എൻക്യാപ്പ് ഇങ്ങനൊരു മാൽ പ്രാക്ടീസ് ഒഴിവാക്കാൻ വേണ്ടി ഓൾറെഡി ലോഞ്ച് ചെയ്തൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് അടുത്തുള്ള ഡീലർഷിപ്സിലേക്ക് പോയിട്ട് അവിടുന്ന് പെർമിഷൻ എടുക്കും. അതായത് ഓൾറെഡി ഇവർക്ക് പെർമിഷൻ ഈ മാനുഫാക്ചറിൽ നിന്ന് കിട്ടിയതാണ് വാഹനങ്ങൾ എടുക്കാനുള്ളത്. ആ ഒരു പെർമിഷൻ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവിടുന്ന് ആവശ്യമുള്ള വാഹനങ്ങൾ എടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതായത് ഇപ്പോൾ ഇവർക്ക് ഏതൊരു വേരിയൻറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ടോപ്പ് വേരിയൻറ്റ് തന്നെ ആവണമെന്നില്ല. പലപ്പോഴും ഈ ക്രാഷ് ടെസ്റ്റ് ഓർഗനൈസേഷൻസ് എല്ലാം ബേസ് മോഡലുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. കാരണം ഇപ്പോൾ പല കമ്പനികളും ബേസ് മോഡൽ ടോപ്പ് മോഡലുകളിൽ കൊടുക്കുന്ന അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുക്കാറില്ല. ടാറ്റ ഉദ്ദേശിച്ച് പറയുന്നതല്ല, ടാറ്റ ശരിക്കും ഏതൊരു വാഹനം എടുത്താൽ തന്നെ ബേസ് മോഡലും ടോപ്പ് മോഡലും ഒക്കെ ബേസ് മോഡൽ എത്രത്തോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം തന്നെ ടോപ്പ് മോഡലും അവൈലബിൾ ആയിരിക്കും. അതായത് അക്കാര്യത്തിൽ ഇവർ യാതൊരു കോംപ്രമൈസും നടത്താറില്ല. അപ്പോൾ ടാറ്റയുടെ ഏതൊരു വാഹനം എടുത്താലും മിക്കവാറും സേഫ്റ്റി റേറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പഞ്ചിൻ്റെ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, അവർ ഫ്രണ്ടൽ ഇമ്പാക്റ്റിനെടുത്ത് വാഹനത്തിൻ്റെ ടോപ്പ് മോഡലായിരുന്നു പഞ്ചിൻ്റെ. പക്ഷേ അതേസമയം സൈഡ് ഇമ്പാക്റ്റിന് മറ്റുമൊക്കെ ആയിട്ട് അവർ എടുത്തത് പഞ്ചിൻ്റെ തന്നെ ബേസ് മോഡലായിരുന്നു. അതായത് ഓൾറെഡി ലോഞ്ച് ചെയ്തൊരു വാഹനമാണെങ്കിൽ ഇത്തരത്തിലാണ് ഇവർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത്. ഇനി ലോഞ്ച് ചെയ്തിട്ടില്ല, ഈ വാഹനങ്ങൾ ഡീലർഷിപ്സിലൊന്നും എത്തിയിട്ടില്ല എന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങൾ തന്നെ പഞ്ചൊന്നും ശരിക്കും ഡീലർഷിപ്സിലൊക്കെ എത്തുന്നതിന് മുമ്പാണ് ഇവർ ക്രാഷ് ടെസ്റ്റ് നടത്തിയത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാർ മാനുഫാക്ചറേഴ്സ് അല്ല ഇവർക്ക് ഡയറക്റ്റ്ലി വാഹനം കൊടുക്കുന്നത്. ഇവർ തന്നെ ഈ മാനുഫാക്ചറിങ് പ്ലാന്റിൽ പോയിട്ട് കംപ്ലീറ്റ്ലി പ്രൊഡക്ഷൻ കഴിഞ്ഞ കുറച്ച് വാഹനങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യാറ്. അതായത് മാനുഫാക്ചറിനും അവർക്കുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പക്ഷേ എന്നാൽ അവർ കറക്റ്റായിട്ട് അവിടുന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു വാഹനം എടുക്കുകയുള്ളൂ. അല്ലാതെ കാർ മാനുഫാക്ചറിന്
അവരുടേതായ രീതിയിൽ വേറെ ബോഡി സ്ട്രക്ചർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാഹനങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇവർ റാൻഡമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഹനങ്ങളായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലാതെ ഒരു കൃത്യമായിട്ട് അവർ കൊടുക്കുന്ന വാഹനങ്ങളായിരിക്കില്ല. സോ ഇങ്ങനെയാണ് ഇവർ കാറുകൾ ചൂസ് ചെയ്യുന്നത് ക്രാഷ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ടിങ് കിട്ടുന്നത്? അതായത് ഇപ്പോൾ നമുക്കറിയാം ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ്, അപ്പോൾ ഇവർക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഫണ്ടിങ് കിട്ടണമല്ലോ. ഇനി നമ്മളിപ്പോൾ ഒരു കാർ മാനുഫാക്ചറർ തന്നെ, അതായത് ഒരു കമ്പനി തന്നെ ഇവരെ സമീപിച്ച് ഞങ്ങളുടെ വാഹനം ക്രാഷ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനി തന്നെയാണ് ഇവർക്ക് പൂർണ്ണമായും ഫണ്ടിങ് എല്ലാം കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ടാറ്റയുടെ കാര്യം തന്നെ എടുക്കാം. ടാറ്റ ഗ്ലോബൽ എൻക്യാപ്പിനെ സമീപിച്ച് പറയുകയാണ് ഞങ്ങളുടെ പഞ്ച് നിങ്ങൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളെല്ലാം ഇവർ തന്നെയാണ്, ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് കൊടുക്കുന്നവർക്ക്. ഇവരുടെ കയ്യിൽ നിന്ന് ഇവരെന്തായാലും കാശ് മുടക്കി ഒരു വാഹനം വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള വാഹനങ്ങളെല്ലാം ടാറ്റ മോട്ടോഴ്സ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എത്ര വാഹനങ്ങളാണ് ഇവർക്ക് വേണ്ടത്? നമുക്കറിയാം ഒറ്റ ഒരു വാഹനം പോരെ ഇവർക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 മുതൽ 10 വാഹനങ്ങൾ വരെ ഇവർക്ക് എന്തായാലും വേണ്ടി വരും. ഈ വാഹനങ്ങളെല്ലാം കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്നായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അതും അല്ലെങ്കിൽ അവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീലർഷിപ്സിൽ നിന്ന് തന്നെ അവർക്ക് വന്ന് കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഒരുപാട് എക്യുപ്മെൻസും കാര്യങ്ങളും എല്ലാം ആവശ്യമാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ. ഒരു വാഹനം മാത്രം പോരാ, ഇവർ ഇടിച്ച് തകർക്കുന്ന ആ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ഡമ്മികൾ, അത് ശരിക്കും ഡമ്മി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഒരു പാവയല്ല, കാരണം ഒരു മനുഷ്യൻ്റെ അത്ര പ്രൊപ്പോർഷൻസ് ഉള്ളൊരു പാവയാണ് അതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ഡമ്മി. അതുകൊണ്ട് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഇവർക്ക് എന്തായാലും എക്സ്പെൻസ് വരും. ഇനി അതിന് പുറമെ വേറെ നമ്മുടെ മാൻ പവർ കൂടി എന്തായാലും ഇവർക്ക് ആവശ്യമാണ്. അതായത് ഇപ്പം നമ്മൾ കൂടി വർക്ക് ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു വാഹനം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മെഷീൻസ് തന്നെ എല്ലാം ചെയ്യില്ലല്ലോ, നമ്മൾ കൂടി അതിന് കുറച്ചും കൂടെ എഫേർട്ട് എടുക്കണം. അതെല്ലാം കൂടെ കൂട്ടി ഒരു ഇൻവോയ്സ് ഇവർക്ക് അവർ കൊടുക്കും, അതായത് ഗ്ലോബൽ എൻക്യാപ്പ് ഈ കമ്പനിക്ക് കൊടുക്കും. അത് ആ കമ്പനി തന്നെയായിരിക്കും ഇവർക്ക് പേ ചെയ്യുന്നത്. ഇനി അതിന് പുറമെ വേറൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനികൾ ഇവരെ അപ്രോച്ച് ചെയ്യാതെ ഇവരൊരു വാഹനം ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ടിങ് കിട്ടുന്നത് എന്നവർ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ മാരുതി സുസുക്കി തന്നെ എടുക്കാം. കാരണം ഇപ്പോൾ മാരുതി സുസുക്കി ശരിക്കും അവർ നേരത്തെ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിരുന്നു ഞങ്ങളുടെ വാഹനങ്ങളൊന്നും എന്തായാലും ഗ്ലോബൽ എൻക്യാപ്പിന് ഇനി ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നില്ല എന്നും. പക്ഷേ എന്നാൽ പോലും അവർ എക്സ്പ്രസോയുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നു 2020. അതെല്ലാം നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ടിങ് കിട്ടുന്നത് എന്നതുകൂടി ശരിക്കും അവർ പറയേണ്ടതാണ്, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. ഇനി ക്രാഷ് ടെസ്റ്റ് നടക്കുന്നതാണെങ്കിൽ പോലും എല്ലാവരുടെയും സൂപ്പർവിഷനിലാണ്. അതായത് ഇപ്പം ഈ ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിയുടെ തന്നെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ടെക്നീഷ്യൻ അവിടെ ഉണ്ടാവും. അവർ വേറെ കാര്യമായിട്ടുള്ള മാൽ പ്രാക്ടീസസോ അല്ലെങ്കിൽ വേറെ ചെറിയ പാർട്ടി ട്രിക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നും ഉറപ്പിക്കാൻ. അതുമാത്രമല്ല ഈ ക്രാഷ് ടെസ്റ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ മാനുഫാക്ചറും അതുപോലെ ഗ്ലോബൽ എൻക്യാപ്പിലും തമ്മിലും ഒരു മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്യും ഈ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം കൂടെ ചർച്ച ചെയ്യാൻ. ആ ചർച്ച ചെയ്ത റിസൾട്ട്സ് ആണ് നമ്മളിവിടെ കാണുന്നത് അവരുടെ ഒഫീഷ്യൽ ചാനലുകൾ വഴിയും മറ്റുമൊക്കെ. അതായത് നമ്മളെല്ലാവരും അറിയുന്നതിന് മുൻപേ എന്തായാലും ആ ഒരു കമ്പനിയെ അറിയിച്ചിട്ട് തന്നെയായിരിക്കും അവർ ഈ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ ഈ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിലുള്ള ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നത് അവർക്ക് അവിടെ തിരുത്തുകൾ വരുത്താനല്ല, അവരെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്സർവേഷൻസ് ഈ കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സിനെ ആദ്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സിന് ഇവർ കാണിച്ചിരിക്കുന്ന റിസൾട്ട്സിൽ വേറെ തിരുത്തൊന്നും വരുത്താനുള്ള അവകാശമില്ല. സോ ഗൈസ്, ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് നടത്തുമ്പോൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.